നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലെ പിണറായി പഞ്ചായത്തിലെ 9ാം വാർഡിലെ പാനുണ്ട എന്ന സ്ഥലത്ത് പുത്തൻവീട്ടിൽ ശങ്കരനാരായൺ ചേട്ടൻ്റെ വീടിനടുത്തുള്ള ഒരു പഴയ മെഗാലിത്ത് സൈറ്റിൻ്റെ സമീപത്താണുള്ളത്. ഇത് റോക്കറ്റ് ചേംബറാണ്. മുതൽ ഈ വീടിൻ്റെ പ്രാരംഭ പണി തുടങ്ങിയായിരുന്നു വീടെടുക്കാനുള്ളത്. അന്നേരം ചെങ്കല്ലിൻ്റെ കംപ്ലീറ്റ് സ്ലോപ്പായിട്ടുള്ള ഏരിയ ആയിരുന്നു ഇത്. പിന്നെ JCB കൊണ്ട് നീക്കെടുക്കുമായിരുന്നു. നീക്കെടുക്കുന്ന സമയത്തായിരുന്നു ഈ ഗുഹേൻ്റെ നെറ്റി ശ്രദ്ധയപ്പെട്ടത് നമുക്ക്. അങ്ങനെ നമ്മളെ കൂടെയുള്ള ഈ ഇതിൽ പിന്നെ ഇവിടെ പണിക്കാരെല്ലാം കൂടി ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിന് എൻട്രൻസ് കണ്ട് നമ്മൾ ഉള്ളിലെല്ലാം നോക്കി നല്ല മെയിൻ്റനൻസ് ചെയ്ത് വെച്ചിരുന്നു. നമ്മളിവിടെ 2001 നമ്മളിവിടെ വീട്ടിൽ കൂടിയ സമയത്ത് നമ്മൾ ഗൃഹപ്രവേശനമായിട്ട് തന്നെ ഈ ഗുഹേൻ്റെ പ്രവേശനം നമ്മൾ വളരെ ക്ലിയർ ആക്കി, രണ്ടും അനുബന്ധമായിട്ട് എന്നും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. പുല്ലെല്ലാം പോക്കി നല്ല വൃത്തിയാക്കി വെക്കലുണ്ട്. വളരെ ആൾക്കാർ ദൂരത്തുനിന്നെല്ലാം വന്നിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും നിറയെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത് വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ സൈറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അവരുടെ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെയാണ്, സ്ഥലത്ത് തന്നെയാണ് ഇതുള്ളത്. ഇത് കുറച്ചുകൂടി ചെറുതാണ്. ഇതിന് ഒരു ബെഡേ ഉള്ളൂ. അതുപോലെ കാല് ചതുരത്തിലാണ്, അപ്പുറത്തുള്ളത് വൃത്തത്തിലാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഏകദേശം 4 അടിയോളം വിസ്താരമുണ്ട്. റൗണ്ടാണ് അകത്ത് ഉള്ളത്. കണ്ണൂർ ജില്ലയിൽ പിണറായി പഞ്ചായത്തിൽ പാനുണ്ട ശിവക്ഷേത്രം, പ്രാചീനമായ പാനുണ്ട ശിവക്ഷേത്രത്തിൻ്റെ പിറകു വശത്തെ കുന്നിൽ ആണ് 4 സെറ്റ് ചെങ്കൽ ഗുഹകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കേസരി ബാലകൃഷ്ണപിള്ള രചിച്ചിട്ടുള്ള നവീന ചിത്രകല എന്ന പുസ്തകത്തിൽ ഈ ഗുഹകളെ കോട്ട് ചെയ്ത് കണ്ടതുകൊണ്ടാണ് ഞാനിത് വന്ന് അന്വേഷിക്കുന്നത്. ഒരു 3 പതിറ്റാണ്ട് മുമ്പ് അതിൽ പറയുന്നുണ്ട്, ആർക്കിയോളജിസ്റ്റും ആന്ത്രപ്പോളജിസ്റ്റും ഒക്കെ ആയിട്ടുള്ള രാഘവൻ, തലശ്ശേരിക്കാരനായിട്ടുള്ള രാഘവൻ പിന്നീട് സിലോണിലാണ് താമസിച്ചിരുന്നത്. ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ഇത്തരത്തിലുള്ള നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹമാണ് ഇതിനെ ആദ്യമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മദ്രാസിലുള്ള ആർക്കൈവ്സിൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളൊക്കെ ശേഖരത്തിലുണ്ട്. അത് ആണ് കേസരി ബാലകൃഷ്ണപിള്ള അവലംബിച്ചിട്ടുള്ളത്. ഇപ്പോൾ കാടുമൂടി കിടക്കുന്ന ഈ ഗുഹ ക്ഷേത്രത്തിന് പിറകിലാണെങ്കിലും ജനങ്ങൾ നിരന്തരമായിട്ട് കാണുന്ന ഒരു രീതി ആയിട്ടില്ല. ഒരു ഇരട്ട ഗുഹ, ചെങ്കല്ലിൽ ചെത്തിയെടുത്തിട്ടുള്ള ഇരട്ട ഗുഹ, അതുകൂടാതെ ഒറ്റ ഗുഹകൾ പല സൈസിലുള്ള, ഇതിൻ്റെ പകുതി വലിപ്പത്തിലുള്ളതും ഒക്കെ ആയിട്ടുള്ള ഗുഹകളും ഈ പരിസരത്തുണ്ട്. ആയിരത്തി 1950കളിൽ പാനുണ്ടയിലെ മലഞ്ചെരുവുകളിൽ പഠനം നടത്തിയത് MD രാഘവൻ ആയിരുന്നു. അദ്ദേഹം അക്കാലത്ത് നാടോടി വിജ്ഞാനത്തിലും നരവംശാസ്ത്രത്തിലും പുരാവസ്തു പഠനത്തിലും ഏർപ്പെട്ടിരുന്ന പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠന രേഖകൾ ഇന്ന് തൃശ്ശൂരിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലും കോഴിക്കോട്ടെ പഴശ്ശിരാജ മ്യൂസിയത്തിലും സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് 1970കളിൽ കോവൂർ രാഘവൻ ഈ പ്രദേശത്ത് ശാസ്ത്രീയമായ പഠനം നടത്തി. ആ പഠനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവയെല്ലാം. കൂടാതെ MR രാഘവ് വാര്യരും ഈ പ്രദേശത്തെ മഹാശിലാ സംസ്കാരത്തെക്കുറിച്ച് പഠനം നടത്തുകയുണ്ടായി.